ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രം ക്ഷേമരാഷ്ട്രമായി മുന്നോട്ട് പോവുക. പ്രിയമുള്ളവരെ, പൗരന്മാരുടെ അവകാശത്തെക്കുറിച്ച് പൗരന്മാർ അറിഞ്ഞിരിക്കുക എന്നത് പ്രാഥമികമായി നമുക്കുണ്ടാവേണ്ട അനിവാര്യമായ ഒരു ഗുണമാണ്. നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരായി ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ രാജ്യം ഒരുപാട് വൈവിധ്യങ്ങളുടെ രാജ്യം. ഈ വൈവിധ്യങ്ങളിലാണ് രാജ്യത്തിന്റെ സൗന്ദര്യവും മനോഹാരിതയും എല്ലാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഈ വൈവിധ്യത്തെ പരിപാലിക്കാൻ എനിക്ക് എന്റെ ദൗത്യ നിർവഹണത്തിലൂടെ ഏതെല്ലാം സാധിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളോട് പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യഅമന ജാറുഹു ബവാഇഖഹു. നിങ്ങൾ ശരിയായ വിശ്വാസിയാകണമെങ്കിൽ നിങ്ങളുടെ അയൽവാസി എല്ലാ അർത്ഥത്തിലും നിങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം. അതിന്റെ അർത്ഥം അയൽവാസിയെ കൊലപാതകം നടത്തരുത് എന്ന് മാത്രമല്ല, അയാളെ കായികമായി ആക്രമിക്കരുത് എന്ന് മാത്രമല്ല, എന്റെ വീട്ടിലെ ശബ്ദം എന്റെ അയൽവാസിക്ക് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ വിശ്വാസിയല്ല. എന്റെ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ എന്തെങ്കിലും അയൽവാസിക്ക് ശല്യമുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ വിശ്വാസിയല്ല. ഞാൻ വളർത്തുന്ന നായ അയൽവാസിക്ക് ശല്യമാകുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ വിശ്വാസിയല്ല. ഞാൻ വളർത്തുന്ന പൂച്ച അയലത്തെ വീട്ടിൽ കയറി മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിയായ വിശ്വാസിയല്ല. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈബറിൽ നിൽക്കുമ്പോൾ ഒരാൾ പ്രവാചക പ്രഭുവിന്റെ മുന്നിലേക്ക് വരുന്നു. ഒരു ഇടയനാണ്. അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അല്ല, അവിടുന്ന് ഓഫർ ചെയ്യുന്നത് എന്താണ്? ഏതൊരു ആശയത്തിലേക്കാണ് അവിടുന്ന് ക്ഷണിക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സംവിധായകനുണ്ട്. ഏകനായ ആ രക്ഷിതാവിനെ മാത്രം ആരാധിക്കുക. അങ്ങനെ ഒരു മഹാസത്യത്തിലേക്കാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ആ വീട്ടുകാരനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ അവകാശത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും വകവെച്ചു കൊടുക്കുക എന്നത് അടിസ്ഥാനപരമായി ആ വീട്ടിൽ താമസിക്കുന്നയാൾ ചെയ്യേണ്ട കാര്യമാണ്. ഈ ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ ഈ ഭൂമിയെ സൃഷ്ടിച്ചവനെ അംഗീകരിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുക എന്നത് അടിസ്ഥാനപരമായി വിവേകമുള്ള മനുഷ്യരിൽ ഉണ്ടാകേണ്ട ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്തിന്റെയും ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവനും സ്രഷ്ടാവും പരിപാലകനുമായ ഏക പരാശക്തിയെ വിശ്വസിക്കുക. അദ്ദേഹം ചോദിച്ചു, അങ്ങനെ വിശ്വസിച്ചാൽ എനിക്ക് എന്താണ് കിട്ടുക? അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് ആ സ്രഷ്ടാവ് ഏറ്റവും സുഖസന്തോഷങ്ങളുടെ ഭവനമായ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം അദ്ദേഹത്തിൻ്റെത് ഇങ്ങനെയായിരുന്നു, എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ യോഗ്യതയുണ്ടോ? കാരണം ഞാൻ ഒരു ക്യാഷുമില്ലാത്ത പാവപ്പെട്ടവനാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ തീർത്തും ഒരു ദരിദ്രനാണ്. ഞാനൊരു ഇടയനാണ്. അതിനു പുറമെ ഞാൻ ഒരു വിരൂപിയാണ്. കണ്ടില്ലേ, എനിക്ക് സൗന്ദര്യമൊന്നുമില്ലാത്ത ആളാണ്. അതിനും പോരെങ്കിൽ എന്റെ വിയർപ്പിന് വലിയ ദുർഗന്ധമുണ്ട്. ഇങ്ങനെയെല്ലാം ന്യൂനതകളുള്ള എനിക്ക് നാളെ സ്വർഗം കിട്ടുമോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വലിയ സമത്വത്തിന്റെ സന്ദേശം പറഞ്ഞു. നന്മകൾ ചെയ്യുകയും സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഏവർക്കും അല്ലാഹു അങ്ങനെയുള്ള വിവേചനങ്ങൾ ഒന്നും പരിഗണിക്കാതെ വിശ്വാസത്തെയും മൂല്യത്തെയും പരിഗണിച്ചുകൊണ്ട് കൊടുക്കുന്ന വിജയഭവനത്തിന്റെ പേരാണ് സ്വർഗം. അതുകൊണ്ട് നിങ്ങളും സത്യവിശ്വാസിയായി നന്മകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ എന്നെ രാവിലെ ആടുകളെ ഏൽപ്പിച്ചു വിട്ട മുതലാളിയുടെ വീട്ടിലേക്ക് ഈ ആടുകളെ ഞാൻ എത്തിച്ചു കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആടുകളെ കൊണ്ടെത്തിക്കുക മാത്രമാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പോകേണ്ടതില്ല. കാരണം എന്ത്? ആ ആടുകൾ നിരതെറ്റാതെ വരിതെറ്റാതെ ഉടമയുടെ വീട്ടിലേക്ക് എത്തിയാൽ പോരെ, അതെത്തിക്കൊള്ളും. ഇത് പറയേണ്ട താമസം ആടുകൾ നിരയൊത്ത മുതലാളിയുടെ വീട്ടിലേക്ക് നടന്നുപോയി. ആടുകൾ വരുന്ന ഇടയനെ കാണാനില്ല. ഇതര മതവിശ്വാസിയായ സഹോദരൻ നോക്കുകയാണ്, ഇടയനില്ലാതെ ഈ ആടുകൾ എങ്ങനെയാണ്
ഇങ്ങനെ നിരയൊപ്പിച്ച് വരുന്നത്, കൂട്ടം തെറ്റാതെ വരുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പെട്ടെന്ന് കണ്ടുപിടിച്ച മറുപടി ഇതായിരുന്നു: എന്റെ ഇടയൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാകും, സത്യവിശ്വാസിയായിട്ടുണ്ടാകും. കാരണം സത്യവിശ്വാസിയായ ഒരു ഇടയനിൽ നിന്ന് പൂർണ്ണമായ നീതിയെ പ്രതീക്ഷിക്കുകയാണ് ഞാൻ. അങ്ങനെ ആ ഉടമ സന്തോഷത്തോടെ ആടുകൾ സ്വീകരിച്ചു. ഇദ്ദേഹം അധികം വൈകിയില്ല. മധ്യാഹ്നത്തിന് മുമ്പ് ലോകത്തോട് വിട പറയുകയും അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഇടയനെ കുറിച്ച് കൂട്ടുകാരോട് സന്തോഷം അറിയിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിയിൽ നിന്ന് ലോകത്ത് ലഭിക്കേണ്ടത് ഏറ്റവും സത്യസന്ധമായ, ഏറ്റവും നീതിപരമായ ജീവിതമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ഏതെങ്കിലും ഒരു നടപടിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസിയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു സാധാരണക്കാരനായ ഗ്രാമീണനാകുമ്പോഴും നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുമ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വമാണ് എന്നെ കൊണ്ട് ഒരാൾക്കും പ്രയാസമുണ്ടാകരുത്. ഇങ്ങനെ ഇവിടെയുള്ള പൗരന്മാരെല്ലാം വിചാരിച്ചാൽ എത്ര ക്ഷേമകരമായ രാജ്യമായിരിക്കും ഇത്. ഒരുപാട് അയൽപക്ക ബന്ധങ്ങളുടെ ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ഏത് പ്രയാസവും ശല്യവും ചെയ്യുന്നവരോടും അയൽവാസി എന്ന വലിയ ഒരു അവകാശത്തെ വകവെച്ചു കൊടുക്കുന്ന മനോഹരമായ ചിത്രമാണ് ഇസ്ലാം ലോകത്തോട് പറഞ്ഞു തരുന്നത്. ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ത്യ ആയതുകൊണ്ട് ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിനെ നമ്മൾ മാറ്റുകയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം മുഴുവനും അറിയപ്പെടുകയും ലക്ഷത്തിൽ പരം അനുയായികളോടെ ഇന്നത്തേക്കാൾ എത്രയോ ജനസംഖ്യ കുറവുള്ള ഒരു കാലത്ത് മദീനയിൽ ജീവിക്കുമ്പോൾ അതിസമ്പന്നരായ അനുയായികൾ മദീനയിൽ ഉള്ളപ്പോഴും ഇതര മതസ്ഥരുമായി ഒരുപാട് വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതന്മാരുമായി വ്യവഹാരങ്ങൾ നടത്തിയിരുന്നു. ഒരിക്കൽ ഒരു ജൂതൻ വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്തിരുന്നയാളാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ ബിലാൽ, നിങ്ങൾ പലപ്പോഴും വായ്പ വാങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. പ്രവാചകന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് നേരിട്ട് കൊടുക്കാൻ കൈവശമില്ലെങ്കിൽ വായ്പ വാങ്ങിയെങ്കിലും സഹായിക്കുക എന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലിയായിരുന്നു. അവിടത്തേക്ക് ഒരാൾ സഹായം തേടി വന്നാൽ നിരാശയാക്കി വിടാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ബിലാൽ ഇബ്നു റബാഹ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വായ്പ വാങ്ങാറുണ്ടായിരുന്നത്. ഒരു ജൂത സഹോദരൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ബിലാൽ, ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വായ്പ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരാം. എന്റെ കയ്യിൽ സമ്പത്തുണ്ട്, നിങ്ങൾക്ക് വരുന്ന സമയത്ത് തന്നാൽ മതി. സൗകര്യമായല്ലോ എന്ന് കരുതി ബിലാൽ പല പ്രാവശ്യവും അയാളുടെ പക്കൽ നിന്ന് അവധി നിശ്ചയിച്ച് വാങ്ങുകയും കൃത്യമായ അവധിയിൽ കൊടുക്കുകയും ചെയ്തു. അതും നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ഒരിക്കൽ